ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഗുളൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എവിടെ പോവുകയാണ്? നമ്മൾ എവിടെ പോകാനാണ് നമ്മളിപ്പം ഒരുങ്ങിയിരിക്കുന്നത്? കായംകുളത്ത്. എന്തിനാണ് പോകുന്നത്? അപ്പം ഞങ്ങൾ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച് അപ്പം ഗുളുവിന് കുറച്ച് സാധനമൊക്കെ മേടിക്കണം. അപ്പം ബാഗും വാട്ടർ ബോട്ടില് പിന്നെന്തുവാ ലഞ്ച് ബോക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? അമ്മ, പപ്പ, അമ്മ, ഞാൻ. ഇവിടുന്ന് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് അച്ഛനും അമ്മയുണ്ട്. അപ്പം നമ്മൾക്ക് കായംകുളത്ത് ചെന്നിട്ട് കാണാവേ. അല്ലെങ്കിൽ പകുതി വെച്ച് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പം ബൈ ബൈ. അപ്പൊ നമ്മൾ കായംകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ എന്ത് ചെയ്യുള്ളൂ? അപ്പൊ ഞങ്ങള് കായംകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാം മേടിക്കാം. അങ്ങനെ വേണ്ട ഞങ്ങൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട്. ഗുളു ആണെങ്കിൽ ബാഗ് സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഗുളുവിന് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തത് കേട്ടോ. ഇതുണ്ട്, ഈ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ബാഗാണ് അവൾ സെലക്ട് ചെയ്തത് കേട്ടോ. അത് തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പെൻസില്, ക്രയോൺസ്, ഷാർപ്പർ, ഇറേസർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ മേടിച്ച് ബില്ലൊക്കെ അടിച്ച് പെതുക്കെ ഇറങ്ങി അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേറെ സാധനങ്ങളൊക്കെ മേടിക്കണം. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഗ്ലോബൽ ബുക്ക് സ്റ്റാളിലോട്ടാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഗുളുവിന് എല്ലാ ബുക്കുകളും ആർട്ട് മെറ്റീരിയൽസും എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ നല്ല സെയിലുമാണ്, നല്ല തിരക്കുമാണ് കേട്ടോ. ഈ സ്കൂൾ തുറപ്പിന് സമയം വന്ന ഗ്ലോബൽ ബുക്ക് സ്റ്റാളിൽ ഭയങ്കര തിരക്കാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ചെറുക്കൻ എന്നോട് ചോദിക്കുമായിരുന്നു, എന്തിനാ ചേച്ചി വീഡിയോ എടുക്കുന്നേ, ഞാൻ യൂട്യൂബിൽ ഇടാനാന്നൊക്കെ ആ കൊച്ചനോട് പറഞ്ഞു. അങ്ങനെ ഗുളുവിന് ഈ പ്രാവശ്യം ആർട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ നോട്ട് ബുക്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കളർ പേപ്പേഴ്സ്, ആർട്ട് മെറ്റീരിയൽസിന് ആവശ്യമായ അങ്ങനെ കുറച്ച് സാധനങ്ങളും പിന്നെ അവിടെ തന്നെ കുറച്ച് വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു, ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ബാഗൊക്കെ ഓൾറെഡി നമ്മൾ അപ്പുറത്തുനിന്ന് എടുത്തതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വേണ്ട ഞാൻ അമ്മയെ ബില്ല് ചെയ്യിക്കാനായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ബില്ലിങ്ങിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടുന്ന് വേണ്ട അമ്മ നേരെ വേണ്ട കാറ് കിടക്കുന്നിടത്ത് സാധനമെല്ലാം കൊണ്ടുപോയി കാറിൽ കയറ്റാനായിട്ട് പോയിട്ടുണ്ട്. റോഡും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. കുറേ നേരം ഞാൻ അമ്മ നിൽക്കുന്ന കണ്ടുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അവിടുന്ന് വേണ്ട നമ്മൾ നേരെ പോയത് ഗുളുവിന് സ്കൂളിലേക്കൊരു ഷൂ വേണം. ഷൂ വേണമെന്ന് വെച്ചാൽ യൂണിഫോമിന് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഷൂ വേണമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ അവർക്കാണെങ്കിൽ ടൈറ്റ് ആയത് കാരണം ഈ വർഷം ഞങ്ങൾ ഒരു ബ്ലാക്കും വൈറ്റും ഷൂ ആണെങ്കിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പോളിഷും ഞങ്ങൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സെറ്റ് ആകത്തില്ല ഈ മഴയത്തൊക്കെ. അതുപോലെ പിന്നെ ഞങ്ങൾ നേരെ പോയത് വേണ്ട യൂണിഫോമിൻ്റെ ഒരു വൈറ്റ് സ്കേർട്ട് വേണമായിരുന്നു. അത് നമ്മൾ അവിടുന്ന് തന്നെ എടുത്ത് കേട്ടോ. 300 രൂപയായിരുന്നു അവർ സ്കേർട്ടിന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ആവശ്യം കാരണം നമ്മളത് അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കണ്ടില്ലേ, കായംകുളം മൊത്തം നമ്മൾ ഈ സ്കൂൾ തുറപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ സ്കേർട്ട് എടുത്തത്, യൂണിഫോം കടയിൽ നിന്ന്. ഇഷ്ടപ്പെട്ടോ ബാഗ്? അങ്ങനെ ഞങ്ങൾ വേണ്ട അവിടുന്ന് നേരെ ഒരു തുണിക്കടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അതിൻ്റെ കൂടെ കുള്ളിന് കുറച്ച് ഇന്നേഴ്സും പാൻറ്റീസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ബില്ല് 643 വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിതെല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് ഗുളു വെച്ച് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അവളെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതേണ്ട വണ്ടിയിൽ കയറി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്.
ഇതാണ് ഞങ്ങൾ ഗുളുവിന് വേണ്ടി സെലക്ട് ചെയ്ത ബാഗ്. ഗുളുവിന് ഇഷ്ടപ്പെട്ടെടുത്ത ബാഗാണ് ഇത്. കുപ്പിയും പിന്നെ ആണെങ്കിൽ ഞങ്ങള് ലഞ്ച് ബോക്സും അതിന്റെ കൂടെ തന്നെ ഉള്ള കിട്ടിയതാണ് ഈ ബോട്ടില്. എന്ത് ലഞ്ച് ബോക്സ് ഒന്ന് കാണിച്ച്. ആണ്ടേ ഇതാണ് ഞങ്ങളെ ലഞ്ച് ബോക്സ് കേട്ടോ. നല്ലതാണ്, സ്റ്റീലിന്റെ ആണ് ഉള്ളില്. നല്ലൊരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അതിന്റെ അകത്ത് കറിയൊക്കെ വെക്കാൻ ഒരു സാധനമുണ്ട്. പിന്നെ ഞങ്ങള് യൂണിഫോമിന്റെ 2 ഷൂസ്, പിന്നെ എന്ത് ഷൂസ്, പിന്നെന്തുവാ, പിന്നെ ഇതെന്ന് വെച്ചാ ഗുളുവിന്റെ കാണിക്കാം. എന്ത് അതേണ്ട ഷൂസും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് തുണിക്കടയിൽ കയറി ഗുളുവിന് കുറച്ച് ഇന്നറൊക്കെ മേടിക്കണമായിരുന്നു, പാൻറ്റീസും കാര്യങ്ങളും ഒക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെയും കയറി. ഇത് വൈറ്റ്. പിന്നെന്തുവാ, പിന്നെ കുറച്ച് ബുക്സ് മേടിക്കണം. ഇതാണെങ്കിൽ ഒരു പേപ്പർ ഫയൽ ഉണ്ട്. പിന്നെ ഇവർക്ക് 3-4 ബുക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. 2 ലൈൻ 4 ലൈൻ ചെക്ക് ബുക്ക്. പിന്നെ ആണെങ്കിൽ ഇതാ ക്രാഫ്റ്റ് വർക്കിനോ ഒക്കെ വേണ്ടിയാന്ന് തോന്നുന്നു. കുറച്ച് ബഡ്സ്, കളർ പേപ്പർ, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. A4 സൈസ് പേപ്പർ വേണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് സ്നാക്സ് ബോക്സ് ആണ് ഗുളുവിന്റെ. എന്റെ സ്പൂണൊന്ന് കാണിച്ചേ. അതേണ്ട ഇതിന്റെ അകത്തൊരു സ്പൂണുണ്ട്. ഇതാണ് ഗുളുവിന്റെ സ്നാക്സ് ബോക്സ് കേട്ടോ. പിന്നെ ഈ ബാഗിന്റെ അകത്ത് ഞങ്ങള് കുറച്ച് പെൻസില്, ഇറേസർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഗുളുവിന് ഇഷ്ടപ്പെട്ടല്ല. എന്തുവാ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. അപ്പൊ എല്ലാവർക്കും ബൈ പറ. ഇത് ഞങ്ങള് സ്കൂളിൽ കാഷ്വൽ ആയിട്ടൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങളൊരു ചെരുപ്പ് മേടിച്ചതാ. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു ലഞ്ച് ബോക്സാ, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.